പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അവിടുന്നാകുന്ന സ്നേഹക്കതിരുകൾ ഞങ്ങളിൽ നിറയ്ക്കണമേ. എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. സഹനത്തിൻ്റെ പൊന്നുനാഥനായ ഈശോയെ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കുന്നു. ഈശോനാഥ, കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ പരിപാലിച്ച് ഇന്നൊരു ദിവസം കൂടി ദാനം തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെ അവിടുത്തെ കൃപയാൽ വഴി നടത്തിയ ആ പരിശുദ്ധ സ്നേഹത്തെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നവരെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും പ്രാർത്ഥന കാണുന്നവരെയും കേൾക്കുന്നവരെയും അവിടുത്തെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ തരുന്ന ഓരോ വിഷയത്തിന്മേലും ലോകജനതയുടെ മേലും ഞങ്ങളുടെ മേലും പ്രാർത്ഥിക്കുന്ന സകലത്തിൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഇന്ന് വചനം പ്രാർത്ഥിച്ച് വചനം വായിക്കുവാനായിട്ട് എടുത്തപ്പോൾ കിട്ടിയത് സഭാപ്രസംഗൻ 12-ാം അധ്യായം. അത് 1 മുതൽ ഞാൻ വായിച്ചത് 8 വാക്യങ്ങൾ വരെ വായിച്ചു. അതിലെനിക്ക് 1-ാമത്തെ വാക്ക് എന്നെ കൂടുതലായിട്ട് സ്പർശിച്ച വാക്കാണ്. അതിപ്രകാരമാണ്: ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. അപ്പോൾ കർത്താവായ ഈശോ മിശിഹാ വചനത്തിലൂടെ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക എന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് വെളിപ്പെടുത്തുന്നത്. ഇതിലിങ്ങനെ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ഒരു ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ്. അപ്പോഴിങ്ങനെ പറയുന്ന ഒരു കാലം വരും, വരാതിരിക്കത്തില്ല. ദൈവവചനത്തിൽ അത് പറയുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാം. നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ഈശോയെ ഓർത്ത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദിയുള്ള മക്കളായി നല്ല മാർഗത്തിലൂടെ ജീവിച്ച് മറ്റുള്ളവർക്ക് നല്ല മാതൃക കാണിച്ചുകൊണ്ട് ജീവിച്ചും നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. എല്ലാവരും ദൈവവചനം വായിക്കുക. ദൈവവചനം ദൈവം തരുന്ന ആ കൃപയാൽ നമ്മൾ ധ്യാനിച്ചാൽ ദൈവം അതിൻ്റെ അർത്ഥങ്ങളെ ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. കരുണയ്ക്കായി നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.